യവൻ പുലിയാണ് കേട്ടാ. ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. നമ്മുടെ പക്കാ ഫിസിക്സിന്റെ ആദ്യത്തെ ഒരു സീരീസിലോട്ട് നമ്മൾ കടക്കാൻ പോവാണ്. ഇവൻ പുലിയാണ് കേട്ടാ. എന്താ സാറേ ഇങ്ങനെ ഒരു പേരൊരു സീരീസിന് വേണ്ടി, ഒരു ക്വസ്റ്റ്യൻ സീരീസിന് വേണ്ടി ഇങ്ങനെ ഒരു പേര് എന്തുകൊണ്ടാണ് എന്ന തോന്നുന്നതായിരിക്കും നിങ്ങളുടെയൊക്കെ മനസ്സിൽ വരിക. കാരണം നിങ്ങളുടെ സീനിയേഴ്സിനെ കുഴപ്പിച്ചിട്ടുള്ള പുപ്പുലികളായ ചോദ്യങ്ങളെയാണ് നമ്മൾ മെരുക്കിയെടുക്കാൻ പോകുന്നത്. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് നിങ്ങളുടെ സീനിയേഴ്സിനെയും സൂപ്പർ സീനിയേഴ്സിനെയും ഒന്ന് കുഴപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യ പേപ്പറിൽ ഈ ചോദ്യം കണ്ട അയ്യോ പണി പാളി, ആ പറയുന്ന 4-5 മാർക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഉറപ്പിച്ച് നഷ്ടപ്പെട്ടു എന്ന് പറയാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ അടിപൊളിയായി നൈസായി തന്നെ ഡീൽ ചെയ്ത് അടിപൊളിയായി ഉഷാറായി പഠിച്ചെടുക്കാൻ പോകുന്നത്. സോ മക്കളെ, നമ്മൾ ഇന്നലെ പഠിച്ചെടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ എന്ന് പറയുന്ന 11ാമത്തെ ചാപ്റ്റർ ആയിരുന്നു. ആ ചാപ്റ്ററിൽ നിന്ന് ഇത്തരത്തിൽ ഒരു പുലിക്കുട്ടിയെയാണ് നമ്മൾ ഇന്ന് പഠിച്ചെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യണം, ഇതെങ്ങനെ പഠിച്ചെടുക്കാം, ഇതിൻ്റെ ഉത്തരം എങ്ങനെ ഈസി ആയി കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 4 മാർക്ക് വിലപ്പെട്ട ചോദ്യമാണ് നമ്മൾ സെറ്റാക്കി എടുക്കാൻ പോകുന്നത്. എൻ്റെ മക്കളെല്ലാവരും തയ്യാറാണെങ്കിൽ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ കാണാൻ തുടങ്ങുക. അതാണ് അതിൻ്റെ അന്തസ് എന്ന് പറയുന്നത്. സോ ലൈക്ക് ചെയ്യാൻ ആരും തന്നെ മറക്കരുത് കേട്ടോ. ഓക്കെ, നമുക്കൊരു ചോദ്യം വായിക്കാം. ആദ്യം ചെയ്യേണ്ട കാര്യം എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, ഏത് ചോദ്യമായിക്കോട്ടെ, എത്ര മാർക്കിൻ്റെ ചോദ്യമായിക്കോട്ടെ, ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, നമ്മുടെ ചോദ്യ പേപ്പർ കയ്യിൽ ലഭിക്കുമ്പോൾ മിനിമം ഒരു 2 തവണ മനസ്സിരുത്തി ഒന്ന് വായിക്കണം. ഓടിച്ചു വായിക്കുന്ന പരിപാടിയല്ല, മനസ്സിരുത്തി തന്നെ ആ പറയുന്ന ചോദ്യത്തിനകത്ത് എന്താണ് പറയുന്നത്, എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യത്തെ പറ്റി എൻ്റെ മക്കൾക്ക് നല്ലൊരു വ്യക്തത വേണം. സോ നമുക്ക് ഈ ചോദ്യം ഒന്ന് മനസ്സിരുത്തി വായിക്കാം. ദ മാസ് ഓഫ് എൻ ഇലക്ട്രോൺ ഈസ് 1 ഡിവൈഡഡ് ബൈ 1840 പാർട്ട് ഓഫ് മാസ് ഓഫ് പ്രോട്ടോൺ. അപ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെ മാസിൻ്റെ 1 ഡിവൈഡഡ് ബൈ 1840 മടങ്ങാണ്. അല്ലെങ്കിൽ പ്രോട്ടോണിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ 1840 ആണെന്ന് ആദ്യത്തെ വരിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. വെൻ ദേ ആർ സബ്ജക്റ്റഡ് ടു എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ദേ സ്റ്റാർട്ട് ആക്സിലറേറ്റിംഗ്. അവയെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലോട്ട് കൊടുക്കുന്ന സമയത്ത് അവ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഇത് എക്സാക്ട്ലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ് കേട്ടോ. ആക്ച്വലി ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്, അതിൻ്റെ ക്ലാരിറ്റി കുറവാണ്. അതുപോലെ തന്നെ ഞാൻ എടുത്ത് പ്ലേസ് ചെയ്തിരിക്കുവാണ്. ഓക്കെ, എ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദം വിൽ ഹാവ് ലാർജർ ആക്സിലറേഷൻ? അതായത് പ്രോട്ടോണിനാണോ ഇലക്ട്രോണിനാണോ ആക്സിലറേഷൻ കൂടുതൽ എന്നാണ് ചോദ്യം. പ്രോട്ടോണിനാണോ ഇലക്ട്രോണിനാണോ ആക്സിലറേഷൻ കൂടുതൽ എന്നാണ് ചോദ്യം. ബി ക്വസ്റ്റ്യനിലോട്ട് കടക്കാം നമുക്ക്. അത് വിശദമായി തന്നെ മനസ്സിലാക്കേണ്ട ചോദ്യമാണ്. ഇതൊരു ചെറിയ ചോദ്യമാണ്, നിസ്സാരമായി തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. ഒന്ന് ശ്രദ്ധിക്കണം. 2ന്റെ മാസിനെ പറ്റി ഒരു ക്ലാരിറ്റിയാണ് ആദ്യത്തെ ലൈനിനകത്ത് നമുക്ക് നൽകിയിരിക്കുന്നത്. ഡ്യുവൽ നേച്ചറിൽ ഇങ്ങനെ ഒരു ടോപ്പിക് ഉണ്ടോ എന്ന് പോലും സംശയിക്കുന്നവരായിരിക്കും നിങ്ങളെല്ലാവരും. പക്ഷേ ഈ കാര്യം ആ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യം തന്നെയാണ്. ഇവിടെ ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ 1840 ആണ്. സോ ഇലക്ട്രോണിൻ്റെ മാസ് തീരെ കുറവാണ്. സോ ആർക്കാണ് ആക്സിലറേഷൻ കൂടുതൽ എന്നാണ് ചോദ്യം. ഈ പറയുന്ന ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും എന്താണ്, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലോട്ടാണ് അല്ലെങ്കിൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ അവിടെയുള്ള ഇലക്ട്രിക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കളെ F ഈക്വൽ ടു QE. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇലക്ട്രിക് ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് F ഈക്വൽ ടു QE എന്ന് പറയുന്നത്. ഫോഴ്സിന് നമുക്ക് എങ്ങനെ എഴുതാം? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഈക്വൽ ടു എന്ത് എഴുതാം? QE. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ ഹിയർ വി ഹാവ് ടു ഫൈൻഡ് ദ ആക്സിലറേഷൻ. സോ A ഈക്വൽ ടു എന്ത് എഴുതാം? QE ഡിവൈഡഡ് ബൈ M എന്ന് എഴുതാം. ഇതിൽ നിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്യാം മക്കളെ? എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക? മാസും ആക്സിലറേഷനും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ആക്സിലറേഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു മാസ്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മാസും ആക്സിലറേഷനും എന്താണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അഥവാ മാസ് കൂടിയാൽ ആക്സിലറേഷൻ കുറയും, മാസ് കുറഞ്ഞാൽ ആക്സിലറേഷൻ കൂടും. ഇവിടെ എന്താണ് എടുത്തു പറയുന്നത്? ഒന്നാമത്തെ ലൈനിൽ ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ 1840 ആണ്. ഇലക്ട്രോണിൻ്റെ മാസ് തീരെ കുറവാണ്. സോ ഗൈസ് വി ക്യാൻ സിംപ്ലി റൈറ്റ് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് മാസ് ഓഫ് ദ ഇലക്ട്രോൺ ഈസ് വെരി മച്ച് ലെസ് ദാൻ മാസ് ഓഫ് ദ പ്രോട്ടോൺ. എങ്കിൽ നമുക്ക് പറയാൻ പറ്റും മാസ് കുറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ കൂടുതലായിരിക്കും. സോ ആർക്കായിരിക്കും മക്കളെ ആക്സിലറേഷൻ കൂടുതൽ? ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ആക്സിലറേഷൻ ഓഫ് ഇലക്ട്രോൺ ഈസ് ഗ്രേറ്റർ ദാൻ ആക്സിലറേഷൻ ഓഫ് ദ പ്രോട്ടോൺ. ഇതാണ് ഒന്നാമത്തെ എ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. വളരെ നിസാരമായി തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഇതിന് സപ്പോർട്ടീവായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ചാപ്റ്റർ എന്നുള്ള ഇക്വേഷനാണ്. ഇലക്ട്രിക് ഫോഴ്സ് ഓറിയൻറ്റഡ് ആയ രീതിയിലേ നമുക്ക് ഈ പറയുന്ന ഉത്തരത്തിലോട്ട് എത്താൻ സാധിക്കത്തുള്ളൂ. പക്ഷേ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്. ഇനി അതിൻ്റെ ബി പാർട്ടിലോട്ട് കിടക്കാം. ബി പാർട്ട് അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ്. ബി പാർട്ട് എന്ന് പറയുന്നത് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ബി പാർട്ട് എന്ന് പറയുന്നത് if they starts from rest and have the same de Broglie wavelength of 1 Armstrong,
രണ്ടിനും എന്താണ് സെയിം ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആണ്, അത് 1 ആംസ്റ്റോൺ ആണെങ്കിൽ ഡിറ്റർമൈൻ ദ റേഷ്യോ ഓഫ് ദെയർ കൈനറ്റിക് എനർജീസ്. അവയുടെ കൈനറ്റിക് എനർജിയുടെ റേഷ്യോസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നിസ്സാരമായി തന്നെ കണ്ടുപിടിക്കാം, ഒന്ന് എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നാൽ മാത്രം മതി. അതായത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോണും ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് പ്രോട്ടോണും എന്താണ് സെയിം ആണ്, രണ്ടും 1 ആംസ്റ്റോങ് ആണ് എന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ട്. എന്താണ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ലാംഡ ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2mke ആണ്. എല്ലാവർക്കും അറിയാലോടാ മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോടാ. ഇതാണ് നമ്മുടെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറയുന്നത്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സോ രണ്ടും നമുക്ക് ഇക്വേറ്റ് ചെയ്യാവുന്ന കാര്യമാണ്, ശ്രദ്ധിക്കടാ. സോ എച്ച് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2me ഇലക്ട്രോണിൻ്റെ മാസ് ആയതുകൊണ്ട് me എന്ന് കൊടുത്തു. അടുത്ത് കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ആയതുകൊണ്ട് ke എന്ന് കൊടുത്തു, ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2mp kep. അതായത് മാസ് ഓഫ് പ്രോട്ടോൺ ആയതുകൊണ്ട് mp എന്ന് കൊടുത്തു, കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ ആയതുകൊണ്ട് kep എന്ന് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ വളരെ ലളിതമായി തന്നെ ഈ പറയുന്ന പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ഒക്കെ ക്യാൻസൽ ചെയ്തു, റൂട്ട് ക്യാൻസൽ ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. സോ 2me ke ഈക്വൽ ടു റൂട്ട് പോയി, ബാക്കി എന്താ ഉള്ളത് 2mp kep. ക്ലിയർ അല്ലേ? കാര്യം വ്യക്തതയോടെ മനസ്സിലായി, ഒരു തരി സംശയമില്ലാതെ നമ്മളതിനെ സിംപ്ലിഫൈ ചെയ്ത് ഈ ഒരു ഫോർമാറ്റിലോട്ട് ഇട്ടു. ഇവിടെയുള്ള ടൂം നമുക്ക് ക്യാൻസൽ ചെയ്യാം, ടൂം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ കൈനറ്റിക് എനർജീസ് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കാം. കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ ഈക്വൽ ടു എന്ത് വരും, മാസ് ഓഫ് പ്രോട്ടോൺ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഇലക്ട്രോൺ. റൈറ്റ്. സോ മാസ് ഓഫ് പ്രോട്ടോൺ ഡിവൈഡഡ് ബൈ, മക്കളെ നമ്മൾ പഠിച്ച കാര്യമാണ്, മനസ്സിലാക്കിയ കാര്യമാണ്. തുടക്കത്തിൽ തന്നെ ചോദ്യത്തിൽ പറയുന്നുണ്ട് മാസ് ഓഫ് ഇലക്ട്രോൺ ഈക്വൽ ടു മാസ് ഓഫ് പ്രോട്ടോൺ ഡിവൈഡഡ് ബൈ 1840 എന്ന് ചോദ്യത്തിൽ ആദ്യം തന്നെ പറയുന്നുണ്ട്. സോ മാസ് ഓഫ് ഇലക്ട്രോണിന് പകരം എന്ത് എഴുതുവാണ്, മാസ് ഓഫ് പ്രോട്ടോൺ ഡിവൈഡഡ് ബൈ 1840 എന്ന് എഴുതുവാണ്. സോ അതിനാൽ തന്നെ mp മാസ് ഓഫ് പ്രോട്ടോൺ ക്യാൻസൽ ആയിപ്പോയി. സോ റേഷ്യോ എന്ത് വരും, 1840 ഡിവൈഡഡ് ബൈ 1 അഥവാ 1840:1. ഇതാണ് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത്. വളരെ 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 പ്രധാനപ്പെട്ട ഒരു പുലിയായ ഒരു ചോദ്യമാണ് നമ്മൾ നിസ്സാരമായി തന്നെ പഠിച്ചിരിക്കുന്നത്. പുലിയായ ചോദ്യം ഇപ്പോൾ നമ്മുടെ മുന്നിൽ പൂച്ചയായി തന്നെ നിൽക്കുകയാണ് മക്കളെ. സോ ഇത്തരം ചോദ്യങ്ങൾ കൂടി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. കാരണം നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഡ്യുവൽ നേച്ചർ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ ചാപ്റ്ററാണ്, 3-4 മാർക്കിന് വെയിറ്റേജ് വരുന്ന ചാപ്റ്ററാണ്, അതിനകത്ത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് മാത്രം പഠിച്ചാൽ മതി എന്നൊക്കെ കരുതിയിരിക്കുന്ന മക്കളായിരിക്കും. എങ്കിലും മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള പുലികളായ ചോദ്യങ്ങൾ കൂടി നമ്മുടെ ചോദ്യ പേപ്പറിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഇവന്മാരെ കണ്ടാൽ ഭയന്നോടുകയല്ല വേണ്ടത്, മറിച്ച് ആ പുലിയെ പിടിക്കുന്ന പുലിമുരുകനായി നമ്മൾ മാറിയിരിക്കണം. അടിപൊളിയായി തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. ഈ പറയുന്ന ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ കോൺഫിഡൻസ് എനിക്ക് ഈ കമന്റ് ബോക്സിനകത്ത് കാണണം. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കുകളും കമന്റുകളും ഉറപ്പായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം മക്കളെ. സോ ഈ പറയുന്ന സീരീസിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണം. ഇനി അങ്ങോട്ടുള്ള വരുന്ന ചാപ്റ്റേഴ്സും ഇതുപോലുള്ള അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സീനിയേഴ്സിനെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളുമായിട്ട് നമ്മൾ എന്തായാലും തിരിച്ചു വരും. സോ പക്കാ ഫിസിക്സ് നമ്മൾ പൊളിച്ചിരിക്കും മക്കളെ.